ഏവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് CAG അഥവാ കംട്രോളർ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആ പോയിന്റ് ശ്രദ്ധിച്ച്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന ടോപ്പിക്കാണ്. ഒന്നാമത്തെ പോയിന്റ് ഒറ്റ വാക്കിൽ പഠിക്കാം. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. CAG എന്ന ഭരണഘടനാ സ്ഥാപനവും അതിന്റെ ഫങ്ഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൃത്യമായിട്ട് പഠിക്കുക. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ CAG. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ് CAG. ഇന്ത്യക്ക് ഒരു CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 148 148 പറയുന്നു ഇന്ത്യക്ക് ഒരു കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 148 ക്ലിയർ ആണ്, ശ്രദ്ധിച്ചേ. എന്നാൽ ഭരണഘടനയിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ്. കൃത്യമായിട്ട് പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG യെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദങ്ങൾ 148 മുതൽ 151 വരെയാണ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ. വൺ വേർഡ് ചോദ്യമാണ്. ഇന്ത്യയുടെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ പേരിൽ തന്നെ ഉണ്ടല്ലേ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. എന്താണ്? ഇന്ത്യയുടെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അപ്പോ ബേസിക് കാര്യങ്ങളാ പറഞ്ഞത്. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 148 ആണ്. ഇനി ഭരണഘടനയിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളുകൾ 148 മുതൽ 151 വരെയാണ്. ഇനി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്നറിയപ്പെടുന്നതും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ക്ലിയർ ആയിട്ട് പഠിച്ചോ, വ്യക്തമായിട്ട് പഠിച്ചു പോവുക. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ശ്രദ്ധിച്ചേ. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ, നോക്കിക്കടാ, കേന്ദ്ര സംസ്ഥാനങ്ങളിലെ, സെൻട്രൽ ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ, എല്ലാ ധനകാര്യ വിഷയങ്ങളുടെയും നിയന്ത്രണം നിക്ഷിപ്തമായിരിക്കുന്നത് CAG-യിലാണ്. അപ്പോ ഒറ്റ വാക്കിൽ പഠിക്കുക. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ എല്ലാ ധനകാര്യ വിഷയങ്ങളിലും എന്താണ്? നിയന്ത്രണം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യയുടെ CAG-യിലാണ്. സാമ്പത്തിക ഭരണരംഗത്ത്, ഇക്കണോമിക് അഡ്മിനിസ്ട്രേഷനില്, സാമ്പത്തിക ഭരണരംഗത്ത് ഇന്ത്യൻ ഭരണഘടനയും പാർലമെന്റിന്റെ നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്നതാണ് CAG-യുടെ കടമ. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രം പ്രധാനമായും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക ഭരണം, അതായത് ഇക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ആയിരിക്കണം? കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പോലെ ഭരണഘടന അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങളെ മാനിച്ചുകൊണ്ടാവണം അത് മേൽനോട്ടം വഹിക്കുന്നത്, ഇത് നിയന്ത്രിക്കുന്നത്. ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന സ്ഥാപനമാണ് ആര്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന ഭരണഘടനാ സ്ഥാപനം. ഇനി ഭരണഘടനാ സ്ഥാപനങ്ങളിൽ CAG-ക്കാണ് ഏറ്റവും പ്രാധാന്യം. ഇത് ലക്ഷ്മികാന്തിൽ കൂടി പറയുന്ന, നമ്മുടെ ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായ ലക്ഷ്മികാന്തിൽ പോലും പരാമർശമുള്ള ഒരു പോയിന്റാ പറയുന്നത്. ഇന്ത്യയിൽ ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥാപനം എന്ന് ആര് വിശേഷിപ്പിക്കുകയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ, ആധുനിക മനുവായ, ഇന്ത്യയുടെ അധസ്ഥിതർക്ക് വേണ്ടി പോരാട്ടം വഹിച്ച ഡോക്ടർ BR അംബേദ്കർ പറയുന്നു, ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന സ്ഥാപനം. ഇനി മറ്റൊരു പോയിന്റ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി പാർലമെന്റിലുണ്ട്. PAC,
പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഒരുപാട് കമ്മിറ്റികൾ പാർലമെന്റിലുണ്ട്. അതിൽ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അഥവാ PAC. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും വഴികാട്ടിയും കൂട്ടുകാരനും, അല്ലെങ്കിൽ കണ്ണെന്നും വഴികാട്ടിയെന്നും കൂട്ടുകാരനെന്നും തത്വചിന്തകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥാപനം CAG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. എടാ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കുക. നമ്മൾ പറഞ്ഞു ഇന്ത്യയില് സംസ്ഥാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ ധനകാര്യ വിഷയങ്ങളുടെയും നിയന്ത്രണം CAGക്കാണ്. ഇനി ഭരണഘടനാനുസൃതമായിട്ട് അല്ലെങ്കിൽ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് രാജ്യത്തെ ഇക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ, സാമ്പത്തിക ഭരണം കൊണ്ടുപോവുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഇനി ഭരണഘടനാ സ്ഥാപനങ്ങളിൽ CAGക്കാണ് ഏറ്റവും പ്രാധാന്യം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. മാത്രവുമല്ല പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ വഴികാട്ടി, കൂട്ടുകാരൻ, കണ്ണ്, തത്വചിന്തകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. മറ്റു വിശേഷണങ്ങൾ ഓർമ്മയുണ്ടോ? പൊതുഖജനാവിന്റെ കാവൽക്കാരൻ, ഇന്ത്യയുടെ അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് 148 പരാമർശിക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഇനി ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേടാ, വ്യക്തമായിട്ട് പഠിച്ചോളുക. CAGയുടെ നിയമനവും കാലാവധിയും പറയുമ്പോൾ നോക്കിക്കേ, ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എങ്ങനെയാ? ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. സിമ്പിൾ ആയിട്ട് പഠിച്ചോളുക. ഇനി രാഷ്ട്രപതിക്ക് മുമ്പിലാണ് CAG സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോ നിയമിച്ചത് പ്രസിഡന്റ്. ഇനി ഓത്ത് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ പ്രസിഡന്റിന്റെ മുമ്പിലാണ്. കാലാവധി ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. CAGയുടെ കാലാവധി 665. എങ്ങനെയാ? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഏതാണോ ആദ്യം അങ്ങനെ. സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഒരാളെ CAG ആയിട്ട് നിയമിക്കുന്നു. അപ്പൊ എങ്ങനെയാണ്? അദ്ദേഹം ഒന്നെങ്കിൽ അതിൽ 6 വർഷക്കാലം ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നു. ഇനി അതുമല്ല, ഒരു 10, 60, 62 വയസ്സായ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് 65 വയസ്സാവുക എന്നതാണ് അതിന്റെ ലിമിറ്റ്. ഏതാണോ ആദ്യം അത് സംഭവിക്കും. അപ്പോ കൃത്യമായിട്ട് പഠിക്കുക. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കാലാവധി 6 വർഷം 65 വയസ്സ്. 6 വർഷം 65 വയസ്സ്. നിയമിച്ചത് പ്രസിഡന്റ്. സത്യപ്രതിജ്ഞ പ്രസിഡന്റിന് മുമ്പിൽ. ഇനി സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നതിനുള്ള നമ്മുടെ പരമോന്നത നീതിപീഠമായ ഇന്ത്യയിലെ ഏറ്റവും അപ്പെക്സ് കോടതിയായ സുപ്രീം കോടതിയിലെ ജഡ്ജിയെ പുറത്താക്കുന്നതിനുള്ള അതേ നടപടിക്രമത്തിലൂടെയാണ് CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയും പുറത്താക്കേണ്ടത്. അതായത് പാർലമെന്റിന്റെ ഇരുസഭകളും ലോക്സഭയും രാജ്യസഭയും എങ്ങനെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിന് അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയുന്നു. അപ്പൊ കൃത്യമായിട്ട് പഠിക്കടാ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തെ നിയമിച്ചത് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തെ പുറത്താക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലിയത് പ്രസിഡന്റിന് മുമ്പിലാണ്. 6 വർഷം 65 വയസ്സാണ് കാലാവധി. ഇനി സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ പുറത്താക്കുന്നത് പോലെ ആയിരിക്കണം ഈ നടപടികൾ ഫോളോ ചെയ്യുന്നത്. മാത്രവുമല്ല, അങ്ങനെ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി എന്ത് ചെയ്യണം? ഒരു പ്രമേയം പാസ്സാക്കിയാൽ മാത്രമേ പ്രസിഡന്റിന് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ള, അത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് CAG. ഇനി അദ്ദേഹത്തെ പുറത്താക്കുന്നതിനുള്ള കാരണങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. മോശം പെരുമാറ്റം, മിസ്ബിഹേവിയർ അല്ലെങ്കിൽ മോശം പെരുമാറ്റം, അല്ലെങ്കിൽ പ്രാഗൽഭ്യ കുറവ് അദ്ദേഹത്തെ പുറത്താക്കേണ്ട കാരണങ്ങളാണ്. 2 പോയിന്റുകളാണ്. മോശമായ പെരുമാറ്റം അല്ലെങ്കിൽ പ്രാഗൽഭ്യ കുറവ് എന്നീ കാരണങ്ങളാൽ അദ്ദേഹത്തിനെ പുറത്താക്കാം. ഇനി രാജിക്കത്ത് നൽകേണ്ടതും പ്രസിഡന്റിന് തന്നെയാണ്. കാണാതെ പഠിക്കാനോ കൺഫ്യൂഷനോ ഉള്ള ഒരു പോയിന്റ് പോലും ഇല്ല. നിയമിച്ചത്, പുറത്താക്കുന്നത്, സത്യപ്രതിജ്ഞ ചൊല്ലിയത്, രാജിക്കത്ത് നൽകുന്നത് എല്ലാം പ്രസിഡന്റ് തന്നെയാണ്.
ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 148 ആണ്. ഇനി 148 മുതൽ 151 വരെയാണ് CAG-യുമായി അനുബന്ധ ആർട്ടിക്കിൾ വരുന്നത്. ഇനി ശ്രദ്ധിച്ചോളുക, CAG-യുടെ കർത്തവ്യങ്ങളെയും അധികാരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 149. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിച്ചേടാ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 148. 149 പറയുന്നു CAG-യുടെ അധികാരങ്ങളും ചുമതലകളും അല്ലെങ്കിൽ കർത്തവ്യങ്ങളും അധികാരങ്ങളെയും പറ്റി പരാമർശിക്കുന്നത് 149. ശ്രദ്ധിച്ചേ. ഇനി ഈ പറയുന്ന 149 പ്രകാരം ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്ക് എന്തൊക്കെ അധികാരങ്ങളും ചുമതലകളും ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പഠിക്കുക. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചിലവുകൾ പരിശോധിക്കുന്നു. ആ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കുക. ഇന്ത്യയുടെ CAG-യുടെ അധികാരങ്ങളും ചുമതലകളും പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 149 ആണ്. ഇനി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അല്ലെങ്കിൽ പാർലമെന്റ്, നിയമസഭ, അതുപോലെ നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശം. പാർലമെന്റ് ആവട്ടെ, നിയമസഭയാവട്ടെ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ വിത്ത് നിയമസഭയുള്ളത് ആവട്ടെ, അവയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട്, തെറ്റിക്കരുത്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചിലവുകൾ പരിശോധിക്കുന്നു. നമുക്കറിയാം ഇന്ത്യയില് പ്രധാനമായും കൺസോളിഡേറ്റഡ് ഫണ്ടും ഉണ്ട്, കണ്ടിജൻസി ഫണ്ടും ഉണ്ട്. പ്രധാനമായിട്ടുള്ള നമ്മുടെ വരവ് ചിലവുകൾ പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ്. എമർജൻസി ആയിട്ട് അടിയന്തരമായി ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട്. അപ്പൊ സ്വാഭാവികമായും നമുക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കൊക്കെ വരവുണ്ട്, ചിലവുണ്ട്, ബാക്കി അതിന്റെ മിച്ചമുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് എത്ര രൂപ വന്നു, എത്ര രൂപ ചിലവായി, നമ്മുടെ പബ്ലിക് ഫണ്ടാണ്, പൊതുജനത്തിന്റെ വരുമാനമാണെങ്കിൽ പൊതു ഖജനാവാണ്, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് എത്രത്തോളം ട്രാൻസ്പെറന്റ് ആവണം എന്നുള്ളത് തീരുമാനിക്കുന്നത് CAG-യുടെ കൂടി ഇടപെടൽ കൊണ്ടാണ്. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും കണ്ടിജൻസി ഫണ്ടും പബ്ലിക് അക്കൗണ്ടുകളും ഓഡിറ്റ് ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, എല്ലാം വരുന്നുണ്ടല്ലേ, എല്ലാം വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ആദ്യം പറഞ്ഞത് സംസ്ഥാനം, കേന്ദ്രം, അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകളിലും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നു, ചിലവുകളെ പരിശോധിക്കുന്നു. രണ്ടാമത് പറയുന്നു കണ്ടിജൻസി ഫണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ പബ്ലിക് അക്കൗണ്ട്സ് ഫണ്ടുകളും ഓഡിറ്റ് ചെയ്യുന്ന ആര് തന്നെയാ? CAG തന്നെയാണ്, സംശയം വേണ്ട. ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും നിയന്ത്രണത്തിലുള്ള വ്യാപാരം, നിർമ്മാണം, ലാഭ നഷ്ട അക്കൗണ്ടുകൾ, ബാലൻസ് ഷീറ്റുകൾ, മറ്റ് അനുബന്ധ അക്കൗണ്ടുകൾ എന്നിവ ഓഡിറ്റ് ചെയ്യുന്നു. പറഞ്ഞു വരുമ്പോ 1 രൂപ ചിലവഴിക്കണമെങ്കിൽ CAG അറിയാതെ ആവില്ല. അതുകൊണ്ട് തന്നെയാണ് എന്തെന്നാ വിശേഷിപ്പിച്ചത്? പൊതുഖജനാവിന്റെ കാവൽക്കാരൻ. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ CAG ആണ്. മാത്രവുമല്ല നമ്മൾ പറഞ്ഞു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണാണ്, തത്വചിന്തകനാണ്, കൂട്ടുകാരനാണ്. അപ്പോൾ ആ പോയിന്റ് ഓർക്കുക. മാത്രവുമല്ല ഇന്ത്യയിലെ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ CAG ആണ്. കണക്ട് ചെയ്ത് പഠിക്കടാ. അധികാരങ്ങളും ചുമതലകളും പറഞ്ഞത് 149. ഒന്നാമത്തെ പോയിന്റ് പാർലമെന്റ്, സംസ്ഥാന നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ചിലവുകൾ പരിശോധിക്കുന്നു. ഇനി കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചിലവുകളാണ് പരിശോധിച്ചത്. മാത്രവുമല്ല പബ്ലിക് അക്കൗണ്ട്സ് ആവട്ടെ, കണ്ടിജൻസി ഫണ്ട് ആവട്ടെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അവരുടെ വ്യാപാരമാവട്ടെ, നിർമ്മാണ പ്രവർത്തനങ്ങളാവട്ടെ, ഇനി അതിലുണ്ടാവുന്ന ലാഭം നഷ്ടം അക്കൗണ്ടുകള്, അതുപോലെ ബാലൻസ് ഷീറ്റ്, അനുബന്ധ അക്കൗണ്ടുകൾ എന്നിവ എല്ലാം ഓഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. കേന്ദ്രത്തിന്റെയും ഓരോ സംസ്ഥാനത്തിന്റെയും വരവുകളും ചിലവുകളും ഓഡിറ്റ് ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് വരുന്ന ഇൻകം ആവട്ടെ, റവന്യൂ ആവട്ടെ, അതുപോലെ എക്സ്പെൻഡിച്ചർ ആവട്ടെ, എല്ലാം 1 രൂപ വരുന്നു, എത്ര രൂപ ചിലവഴിക്കുന്നു, ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യപ്പെടുന്നു. ഇനി രാഷ്ട്രപതിയോ ഗവർണറോ ആവശ്യപ്പെടുമ്പോൾ, നമുക്കറിയാം കേന്ദ്രത്തില് രാഷ്ട്രപതി, സംസ്ഥാനങ്ങളിൽ ഗവർണർ ആവശ്യപ്പെടുമ്പോൾ
മറ്റ് അധികാര സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളും അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്നു. അപ്പൊ ആ പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുക. പ്രസിഡന്റോ ഗവർണറോ ആവശ്യപ്പെട്ടാൽ മറ്റ് അധികാര സ്ഥാപനങ്ങളുടെ അക്കൗണ്ടും ഓഡിറ്റ് ചെയ്യാൻ ആർക്ക് അധികാരം? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്ക് അധികാരമുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാലേ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പറഞ്ഞ പോലെ തന്നെ പ്രസിഡന്റോ ഗവർണറോ ആവശ്യപ്പെട്ടാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഡിറ്റുകളും ആർക്ക് നോക്കാം? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്ക് പരിശോധിക്കാം. ലാസ്റ്റ് പോയിന്റിലേക്ക് വാ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേടാ. ഗവൺമെന്റ് കമ്പനികൾ, ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന കമ്പനികള്, പൊതു മേഖലാ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ കേന്ദ്രം സംസ്ഥാനവും ധനസഹായം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും സമിതികളുടെയും അക്കൗണ്ടുകൾ എന്നിവയുടെ വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ഗവൺമെന്റ് കമ്പനികളുടെ അക്കൗണ്ടുകൾ കേന്ദ്രവും സംസ്ഥാനവും ധനസഹായം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും സമിതികളുടെയും അക്കൗണ്ടുകൾ എന്നിവയുടെ വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നത് CAG ആണ്. അപ്പൊ നിസ്സാര കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ടുകള്, നിർമ്മാണം, ലാഭനഷ്ടം, ബാലൻസ് ഷീറ്റുകള്, ചിലവ്, വരവ്, അതുപോലെ അവസാനം പറഞ്ഞ മറ്റ് കണക്കുകള്, സ്ഥാപനങ്ങള്, കമ്പനികൾ എന്നിവയുടെയും സമിതികളുടെയൊക്കെ വരവ് ചിലവുകൾ ഓഡിറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഇനി അനുച്ഛേദം 150 അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുക. ഇന്ത്യയിൽ ഒരു CAG ഉണ്ടായിരിക്കണം 148. ഇനി CAGയുടെ അധികാരങ്ങളും ചുമതലകളും പറഞ്ഞത് 149. ഇനി 150 പറയുന്നു കേന്ദ്ര സംസ്ഥാന അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ട രീതികളെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം പ്രസിഡന്റിന് നൽകുന്നു. ആ പോയിന്റ് ശ്രദ്ധിച്ചേ. നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ പറ, ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണം. ഏതാ ആർട്ടിക്കിൾ? 148. ഇനി CAGയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചുമതലകളും അധികാരങ്ങളും 149. ഇനി 150 പറയുന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എങ്ങനെയായിരിക്കണം ധനം അത് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഫണ്ടുകൾ സൂക്ഷിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് ആർക്ക് നൽകുന്നു? നമ്മുടെ രാഷ്ട്രപതിക്ക് CAG നൽകുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ 150 ആണ്. ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് വാ, ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് വാ. അനുച്ഛേദം 151 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് CAG ആർക്ക് നൽകുന്നു? പ്രസിഡന്റിന് സമർപ്പിക്കുകയും പ്രസിഡന്റ് ആണ് ഈ റിപ്പോർട്ട് പിന്നീട് എങ്ങോട്ടേക്ക് വെക്കുന്നത്? പാർലമെന്റില് സബ്മിറ്റ് ചെയ്യുന്നു. ആ ആർട്ടിക്കിൾ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. 151 പറയുന്നത്, അതായത് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ത് ചെയ്യൂടാ? വാർഷിക റിപ്പോർട്ടുകൾ വെക്കുമല്ലോ. ആ വാർഷിക റിപ്പോർട്ട് ആരെ ഏൽപ്പിക്കുന്നു? ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് കൊടുക്കുന്നു. മാത്രമല്ല പ്രസിഡന്റ് ആയിരിക്കും എന്ത് ചെയ്യുക? ഇത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച 4 ആർട്ടിക്കിളും വ്യക്തമായിട്ട് ഓർത്തു വെച്ചേക്കണം. നമ്മൾ പറഞ്ഞു 148, 149, 150, 151. ശ്രദ്ധിച്ചേ. ഇനി സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് CAG ഗവർണർക്ക് സമർപ്പിക്കുകയും അപ്പൊ ഗവർണർക്ക് സമർപ്പിക്കുന്നു CAG. ഇനി ആ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവർണർ എവിടെ വെക്കുന്നു? സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ, സംസ്ഥാന നിയമസഭകളിൽ ഇത് സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളും 151 തന്നെയാണ്. രണ്ട് കാര്യം അവിടെ കോമൺ ആയിട്ട് പറഞ്ഞു. കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുക്കുന്നു, പ്രസിഡന്റ് അത് പാർലമെന്റിൽ വെക്കുന്നു. 151. സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് ഗവർണർക്ക് കൊടുക്കുന്നു, ഗവർണർ അത് സംസ്ഥാന നിയമസഭകളിലേക്ക് സമർപ്പിക്കുന്നു. 151 പറഞ്ഞ കാര്യമാണ്. ശ്രദ്ധിച്ചേ. നികുതി വരുമാനത്തിൽ നിന്നും സമ്പാദന ചിലവ് കഴിച്ചുള്ള തുകയായ നെറ്റ് പ്രൊസീഡ്സ് കണ്ടെത്തുകയും അതിന് സർട്ടിഫിക്കറ്റ് നൽകുന്നതും CAG ആണ്. കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടാ പറയുന്നത്, സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കിയടാ. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം, ഗവൺമെന്റുകളുടെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നികുതി, ടാക്സ് ആണ്. അവിടുന്ന് ലഭിക്കുന്ന ആ വരുമാനം, അതിൻ്റെ അകത്ത് ചിലവ് കഴിച്ചുള്ള, ആ സമ്പാദന ചിലവ് കഴിച്ചുള്ള തുകയായ
നെറ്റ് പ്രൊസീഡ്സ്, നമുക്കറിയാം വരുമാനം വരുന്നു, ആവശ്യത്തിന് ചിലവഴിക്കുന്നു, ബാക്കി വരുന്ന ആ ഭാഗം നെറ്റ് പ്രൊസീഡ്സിന് സർട്ടിഫിക്കറ്റ് നൽകുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാ. അപ്പൊ ആലോചിച്ച് നോക്കിയടാ, നികുതി വരുമാനത്തിൽ നിന്ന് സമ്പാദന ചിലവ് കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രൊസീഡ്സിന് സർട്ടിഫിക്കറ്റ് നൽകുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഇനി സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകൾ സമാഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അതായത് സംസ്ഥാന ഗവൺമെന്റുകളുടെ കണക്കുകളെ കളക്ട് ചെയ്ത് വെക്കുന്നു, കൃത്യമായിട്ട് അത് ഓഡിറ്റ് ചെയ്യുന്നു, പരിപാലിക്കുകയും ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റ് അക്കൗണ്ടുകളുടെ സമാഹരണവും സംരക്ഷണവും CAGയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഈ പോയിന്റ് സ്ട്രെസ് ചെയ്തേടാ. എന്താ പറഞ്ഞത്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു എക്സെപ്ഷണൽ പോയിന്റ് പറയുകയാണ്, സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകൾ സമാഹരിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്നു. പോയിന്റ് മാറിപ്പോരുത്. സമാഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു സംസ്ഥാനങ്ങളുടെ കണക്കുകൾ. എന്നാൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളുടെ സമാഹരണവും അതിന്റെ സംരക്ഷണവും CAGയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ആ പോയിന്റ് നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. കൃത്യമായിട്ടൊന്ന് വായിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, നമ്മളിതേ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുവാണ്. 10 പേജ് നമ്മൾ പിന്നിടുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പൊസിഷനാണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 148 ആണ്. ഇനി ആർട്ടിക്കിൾ 148 മുതൽ 151 വരെ അനുച്ഛേദത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർട്ടിക്കിളുകൾ. മാത്രവുമല്ല 2 പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞു. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ CAG ആണ്. മാത്രവുമല്ല ഇന്ത്യയുടെ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്നറിയപ്പെടുന്നതും CAG ആണ്. അതുപോലെ ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണാണ്, കൂട്ടുകാരനാണ്, പരിപാലകനാണ്, അല്ലെങ്കിൽ ഫിലോസഫർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് നമ്മുടെ CAG ആണ്. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ എല്ലാ ധനകാര്യ വിഷയങ്ങളുടെയും നിയന്ത്രണം അവർക്കുണ്ട്. മാത്രമല്ല ഇന്ത്യയിലെ ഇക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ, ധനകാര്യവുമായി ബന്ധപ്പെട്ട ഭരണം അല്ലെങ്കിൽ സാമ്പത്തികമായ ഭരണരംഗത്ത് ഭരണഘടനയെ അനുസരിക്കുന്നുവെന്നും നിയമം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുവെന്നും ഉറപ്പുവരുത്തുന്ന ആളാണ് നമ്മുടെ CAG. ഇനി ഇന്ത്യയിലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CAG ആണെന്ന് പ്രസ്താവിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ പറയുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി CAG ആണ് എന്ന് പറയുന്നു. ഇനി CAGയുടെ നിയമനവും കാലാവധിയും നമ്മൾ പഠിച്ചു. നിയമിക്കുന്നത് രാഷ്ട്രപതിയാ. കാലാവധി എത്രയാ? 665 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്ന് നമ്മൾ പഠിച്ചു. മാത്രവുമല്ല അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, രാജിക്കത്ത് കൊടുക്കുന്നത്, പുറത്താക്കുന്നത് എല്ലാം പ്രസിഡന്റാ. തെറ്റിക്കുക ചെയ്യല്ലേ, കൃത്യമായിട്ട് പഠിക്കുക. ഇനി അവിടെ എടുത്തു പഠിച്ചൊരു കാര്യം, സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ പുറത്താക്കുന്ന രീതി അനുസരിച്ചായിരിക്കണം CAGയെ പുറത്താക്കേണ്ടത്. എങ്ങനെയാന്ന് വെച്ചാല് ഇരു പാർലമെന്റിലെ ഇരു സഭകളും ഒരു പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി പ്രമേയം പാസ്സാക്കി വിജയിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് പ്രസിഡന്റിന് CAGയെ നീക്കം ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. ഇനി അവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, കാരണമായി പറയുന്നത് മോശം പെരുമാറ്റമോ പ്രാഗൽഭ്യക്കുറവോ ആണ്. ഇനി അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളും ചുമതലകളും പറഞ്ഞ ആർട്ടിക്കിൾ 149 ആണ്. കർത്തവ്യങ്ങളും ചുമതലകളും പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. കേന്ദ്രത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നു. പ്രസ്താവന ശരി. ഇനി അടുത്തതായിട്ട് കണ്ടിജൻസി ഫണ്ട്, അതുപോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിയന്ത്രണത്തിലുള്ള വ്യാപാരം, നിർമ്മാണം, ലാഭനഷ്ട അക്കൗണ്ടുകൾ, ബാലൻസ് ഷീറ്റുകൾ എന്നിവ കൃത്യമായിട്ട് പരിശോധിക്കുന്നു. മാത്രവുമല്ല എല്ലാ വരവുകളും എല്ലാ ചിലവുകളും കേന്ദ്ര സംസ്ഥാനത്തിന്റെ ഓഡിറ്റ് ചെയ്യുന്നു. ഇനി രാഷ്ട്രപതിയോ ഗവർണറോ ആവശ്യപ്പെട്ടാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ മറ്റു സ്ഥാപനങ്ങളുടെയും ഓഡിറ്റിംഗ് ചെയ്യുന്നു. എക്സാമ്പിൾ ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ, പ്രാദേശിക ഭരണകൂടങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഓഡിറ്റ് ചെയ്യാൻ സാധിക്കും.
ഇനി അവസാനമായി പറഞ്ഞു വെച്ചത് കമ്പനികളാവട്ടെ, ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള കമ്പനികളാവട്ടെ, ഫണ്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാവട്ടെ, ഇവയുടെ എല്ലാ സമിതികളുടെയും അക്കൗണ്ടുകൾ എന്നിവയുടെ വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ CAGക്ക് അധികാരമുണ്ട് ആർട്ടിക്കിൾ 149 പ്രകാരം. ഇനി 150, 151 എന്താ പറഞ്ഞത്? 150 പറയുന്നു, എടാ കേന്ദ്ര സംസ്ഥാന അക്കൗണ്ടുകൾ എങ്ങനെ, കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അക്കൗണ്ടുകൾ എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ കൊണ്ടുപോകണമെന്ന് മാർഗനിർദ്ദേശങ്ങൾ CAG ആർക്ക് നൽകുന്നു? ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് നൽകുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ 150 ആണ്. ലാസ്റ്റ് പറഞ്ഞ ആർട്ടിക്കിൾ 151 ആണ്. 151 പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർഷിക റിപ്പോർട്ട് പ്രസിഡന്റിന് നൽകുകയും പ്രസിഡന്റ് അത് ഇവിടെ വെക്കുന്നു, പാർലമെന്റിലേക്ക് വെക്കുന്നു. എന്നാൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവർണർക്ക് കൊടുക്കുന്നു, ഗവർണർ സംസ്ഥാന നിയമസഭകളിൽ അത് സമർപ്പിക്കുന്നു. ആർട്ടിക്കിൾ 151. അപ്പൊ ക്ലിയർ ആണ്. 148, 149, 150, 151 ആണ് CAGയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ. അവസാനമായി പറഞ്ഞത് നമ്മുടെ നികുതി വരുമാനം, ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവ് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പോർഷൻ ഉണ്ടല്ലോ, അതിനെ പറയുന്നത് നെറ്റ് പ്രൊസീഡിങ്സ് എന്നാണ്. നെറ്റ് പ്രൊസീഡ്സ് കണ്ടെത്തുകയും അതിന് സർട്ടിഫിക്കേഷൻ നൽകുന്നതും CAG ആണ്. അവസാനം പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, തെറ്റിക്കാൻ സാധ്യതയുള്ള പോയിന്റ്. എന്താ പറഞ്ഞത്? സംസ്ഥാന ഗവൺമെന്റുകളുടെ അക്കൗണ്ടുകൾ, കണക്കുകളൊക്കെ സൂക്ഷിക്കുന്നു, സമാഹരിക്കുന്നു, അത് സംരക്ഷിക്കുന്നതും ആരാടാ? നമ്മുടെ CAG ആണ്. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കുകളും അതുപോലെ സൂക്ഷിക്കുന്നതും അത് സമാഹരിക്കുന്ന റോൾ ആർക്കില്ല? CAGക്ക് ഇല്ല, അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ആ വാക്കുൾപ്പെടെ പഠിച്ചോണം, പോയിന്റ് മാറിപ്പോരുത്, ഇമ്പോർട്ടന്റ് ആണ്, ട്വിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ, നമുക്കിനി മുന്നോട്ടേക്ക് വരാം. പ്രസിഡന്റിന് 3 തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് CAG സമർപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. എടാ CAG ആ പേര് ഉള്ളതുപോലെ തന്നെ 3 ടൈപ്പ് റിപ്പോർട്ടുകളാണ് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സബ്മിറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ പേരുകളൊന്ന് പഠിക്കാം. ഒന്നാമതായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്. എടാ ആ പേരൊന്ന് സ്ട്രെസ് ചെയ്തേ, ആദ്യം മനസ്സിലാക്കിക്കേ. CAG പ്രധാനമായും 3 ടൈപ്പ് റിപ്പോർട്ടുകളാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നു ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്. ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്. രണ്ടാമതായിട്ട് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ഫിനാൻസ് അക്കൗണ്ട്സ്. ഒന്ന് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്, 2 ഫിനാൻസ് അക്കൗണ്ട്സ്. ലാസ്റ്റ് വൺ ആണ് ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ദി പബ്ലിക് അണ്ടർടേക്കിങ്സ്. എടാ കൃത്യമായിട്ട് പഠിക്കുക. ഒന്നാമത്തേത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്, 2 ഫിനാൻസ് അക്കൗണ്ട്സ്, 3 പബ്ലിക് അണ്ടർടേക്കിങ്സ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്, ഫിനാൻസ് അക്കൗണ്ട്സ്, പബ്ലിക് അണ്ടർടേക്കിങ്സ്, 3 ടൈപ്പ് റിപ്പോർട്ടുകളാണ് CAG സമർപ്പിക്കുന്നത്. ഇനി ഈ റിപ്പോർട്ട് പ്രസിഡന്റ് പാർലമെന്റിൽ വെക്കുന്നു. റിപ്പോർട്ടുകളുടെ പരിശോധന നടത്തുകയും കണ്ടെത്തലുകൾ പാർലമെന്റിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഓക്കെ, ശ്രദ്ധിച്ചേടാ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. 3 പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് CAG സമർപ്പിക്കുന്നത്. ഒന്ന് പബ്ലിക് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്, ഫിനാൻസ് അക്കൗണ്ട്സ്, പബ്ലിക് അണ്ടർടേക്കിങ്സ്. ഇത് പാർലമെന്റിൽ പ്രസിഡന്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നു. അതിനെപ്പറ്റി പഠിക്കുകയും അത് അനലൈസ് ചെയ്യുന്ന കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, PAC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അപ്പൊ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചല്ലേ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നു. കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. നേരത്തെ പറഞ്ഞില്ലേ, കൂട്ടുകാരൻ, കണ്ണ്, കാത്, തത്വചിന്തകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് CAG ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു തോട്ട് വന്നില്ലേടാ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്നാൽ എന്താണ്? നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. പാർലമെന്റിലെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻസ് കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. എടാ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻസ് കമ്മിറ്റിയുടെ പേരാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അഥവാ PAC അഥവാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. എടാ പൊതുമുതൽ, പേരിൽ തന്നെ ഉണ്ടല്ലേ പബ്ലിക് അക്കൗണ്ട്സ്, പൊതുമുതൽ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയുള്ള പാർലമെന്റിന്റെ കമ്മിറ്റിയുടെ പേരാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. കൃത്യമായിട്ട് പഠിച്ചോ, നല്ലൊരു പോയിന്റ് ആണ്. എന്താ പറഞ്ഞത്? നമ്മുടെ പൊതുമുതല് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല.
അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയുടെ പേരാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഇനി ശ്രദ്ധിച്ചോ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പോസ്റ്റ് മോർട്ടം കമ്മിറ്റി. എങ്ങനാ ആ പോയിന്റ് ശ്രദ്ധിച്ചേടാ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേര് പോസ്റ്റ് മോർട്ടം കമ്മിറ്റി. പോസ്റ്റ് മോർട്ടം ചെയ്യുന്ന കീറി മുറിച്ച് പരിശോധിക്കുന്ന കമ്മിറ്റിയാണ് ഏത്? പോസ്റ്റ് മോർട്ടം കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആണ്. പാർലമെന്റിലെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻസ് കമ്മിറ്റിയാണെന്ന് നമ്മൾ പഠിച്ചു. കൃത്യമായിട്ട് ശ്രദ്ധിക്കടാ. ഇനി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ എത്രയാന്ന് ചോദിച്ചാല് 22 പേരാ. എടാ കൃത്യമായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 22 പേരാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലുള്ളത്. അതില് കൃത്യമായി പറഞ്ഞാൽ 15+7 എന്ന് പഠിക്കുക. എടാ ആകെ 22 പേരടങ്ങുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയില് 15 പേര് ലോക്സഭ അംഗങ്ങളാ, 7 പേര് രാജ്യസഭയിൽ നിന്നുള്ള അംഗങ്ങളാ. അപ്പൊ കൃത്യമായിട്ട് പഠിക്ക്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻസ് കമ്മിറ്റി, പാർലമെന്റിലെ കമ്മിറ്റിയുടെ പേരാണ് PAC അഥവാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പ്രധാനമായും പൊതുമുതൽ ദുർവിനിയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളാണുള്ളത്. 22 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും അടങ്ങുന്നു. ഈ കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നുള്ളത്. കൃത്യമായിട്ട് പഠിക്കണേ, തെറ്റിക്കരുത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. കാരണം ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു തരാം. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെയും അതിലെ അംഗങ്ങളുടെയും കാലാവധി 1 വർഷ കാലാവധിയാണ്. അപ്പൊ ശ്രദ്ധിച്ചേടാ, ഈ 22 പേരില്ലേ, 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും അടങ്ങുന്ന ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷ കാലാവധിയാണ്. ഇനി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് സ്പീക്കർ ആണ് കേട്ടോ. എടാ കൃത്യമായിട്ട് ശ്രദ്ധിക്ക്. നമുക്കറിയാം ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ, ലോക്സഭ സ്പീക്കർ. നിലവില് ആരാണ്? നിലവില് 18ാം ലോക്സഭയാണല്ലേ. എക്സാമിന് ചോദിച്ചു. 2024 നടന്നത് 18ാം ലോക്സഭ ഇലക്ഷൻ ആയിരുന്നു. അപ്പൊ 18ാം ലോക്സഭയിലെ സ്പീക്കർ ആരാടാ നിലവില്? ഓം ബിർളയാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ഇന്ത്യയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പ്രധാനപ്പെട്ട ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ്. നമ്മൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നു. ആകെ 22 അംഗങ്ങളുണ്ട്. 15 ലോക്സഭ, 7 രാജ്യസഭാ അംഗങ്ങളാണ്. ഇവരെ നിയമിക്കുന്നത് അല്ലെങ്കിൽ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് ലോക്സഭ സ്പീക്കർ ആണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നാണ്. എടാ ഓപ്പോസിഷൻ പാർട്ടിയില്ലേ, പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നാണ്. നമുക്കറിയാം നിലവില് ഇന്ത്യ ഭരിക്കുന്നത് NDA സഖ്യമാണ്. പ്രതിപക്ഷത്തുള്ളത് ഇന്ത്യ സഖ്യമാണ്. ആ പ്രതിപക്ഷത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് നിലവില് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ലോക്സഭാ സ്പീക്കർക്കാണ്. ഓക്കെ, ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. ലോക്സഭാ സ്പീക്കർക്കാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അവരുടെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുമാണ്. ഇനി ഇവിടുത്തെ റെലവൻസ് കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടി വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പഠിക്കുക. നിലവിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു മലയാളിയാ. എടാ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായ പാർലമെന്ററി കമ്മിറ്റിയായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PAC പോസ്റ്റ്മോർട്ടം കമ്മിറ്റി, ഇതിന്റെ നിലവിലെ അധ്യക്ഷന്റെ പേര് KC വേണുഗോപാൽ. ഓക്കെ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്, MP ആണ്. KC വേണുഗോപാലാണ് നിലവിൽ ഇന്ത്യയുടെ പാർലമെന്ററി കമ്മിറ്റിയുടെ PACയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. ക്ലിയർ ആണ്, കറണ്ട് അഫയർ ആണ്, തെറ്റിക്കരുത്. ഇനി അപ്പൊ നമുക്ക് നോക്കാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യ മലയാളി ജോൺ മത്തായി ആണ്. ഓക്കെ, ബേസ് കാര്യമാണ്. നോക്കിയേടാ, ആദ്യത്തെ മലയാളി അധ്യക്ഷൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മലയാളി അധ്യക്ഷൻ ജോൺ മത്തായി, നിലവിൽ KC വേണുഗോപാൽ. ഇനി അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടൊരു കാര്യം കൂടെ അറിയണം. CAG ആയി
അപ്പൊ അത് കഴിഞ്ഞ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കഴിഞ്ഞു, നമ്മൾ CAGയിലേക്ക് മടങ്ങി വരിക, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിലേക്ക് തിരിച്ചു വരിക. എടാ CAG ആയി നിയമിതനായ ആദ്യത്തെ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയാണ് വി നർഹരി റാവു. എടാ ബേസ് ചോദ്യമാണ്, GK ഫാക്ട് ആണ്. ഇന്ത്യയില് CAG ആയിട്ട് നിയമിക്കപ്പെടുന്ന ആദ്യ വ്യക്തി, സ്വന്തം ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയുടെ പേരാണ് വി നർഹരി റാവു. വി നർഹരി റാവു എന്ന വ്യക്തിയാണ്. തെറ്റിക്കേ ചെയ്യല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി എടാ ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ, ഇനി കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദ്യം വരും. ഇന്ത്യയുടെ നിലവിലെ CAG ആരാണ്? എടാ കറണ്ട് അഫയർ അപ്ഡേഷൻ, പുതിയ അപ്പോയിന്റ്മെന്റ്, തെറ്റിക്കരുത്. ഇന്ത്യയുടെ നിലവിലെ CAGയുടെ പേര്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ പേരാണ് കെ സഞ്ജയ് മൂർത്തി. തെറ്റിക്കല്ലേ, കൃത്യമായിട്ട് പഠിക്കുക. കെ സഞ്ജയ് മൂർത്തി. കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ നിലവിലെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തിയാണ്. ഓക്കെ, തെറ്റിക്കേ ചെയ്യരുത്, ഇമ്പോർട്ടന്റ് ആണ്. തൊട്ട് മുമ്പിരുന്ന CAGയുടെ പേര് ഓർമ്മയുണ്ടോടാ? ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമുവിന്റെ ഒഴിവിലേക്ക് ഗിരീഷ് ചന്ദ്ര മുർമു ഇറങ്ങിയപ്പോൾ വന്ന ആളാണ് കെ സഞ്ജയ് മൂർത്തി. കൃത്യമായിട്ട് പഠിക്ക്, തെറ്റിക്കരുത്. കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു ചോദ്യമാണ്. ഇനി ഓഡിറ്റ് ബോർഡ് എന്നൊരു സ്ഥാപനം കൂടി നമുക്ക് ഇവിടെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം, അതായത് ഭരണ പരിഷ്കാര കമ്മീഷൻ കേട്ടിട്ടുണ്ടോടാ? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ആരുടെ പേരിലാന്ന് ഓർമ്മയുണ്ടോ? മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിലാണ്. മൊറാർജി ദേശായി ആണ് ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ, ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പൊ പ്രധാനമായിട്ടും ഓഡിറ്റ് ബോർഡ് എന്നൊരാശയം ശുപാർശ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയാണ്. ഓഡിറ്റ് ബോർഡ് നിലവിൽ വരുന്നു. ഓഡിറ്റ് ബോർഡ് നമുക്ക് നോക്കാം. എടാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കീഴില്, CAGയുടെ കീഴിലായി ഓഡിറ്റ് ബോർഡ് ആരംഭിച്ച വർഷം 968. 968 വർഷം ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചേടാ. ഇന്ത്യയില് ഭരണപരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഒരു ഓഡിറ്റ് ബോർഡ് സ്ഥാപിക്കപ്പെടുന്നു. 1968 CAGയുടെ കീഴിലായിട്ട് ഓഡിറ്റ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്. ഇനി ഓഡിറ്റ് ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം 3 1+2 എന്ന് പഠിക്കുക. ഓഡിറ്റ് ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം 1+2. ഒരു ചെയർമാൻ 2 അംഗങ്ങളാണ്. എന്താ പറഞ്ഞത്? ഓഡിറ്റ് ബോർഡ് എന്ന സ്ഥാപനം ഭരണപരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വരുന്നു. 1968 ഓഡിറ്റ് ബോർഡ് വരുന്നു. ആകെ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങുന്ന ഒരു സമിതിയാണ് ഓഡിറ്റ് ബോർഡ്. CAGയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്, പ്രവർത്തിക്കുന്നത്. നമുക്ക് നോക്കാം. ഓഡിറ്റ് ബോർഡിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. നിലവിലാരാ? കെ സഞ്ജയ് മൂർത്തിയാണ്. ആദ്യത്തെ ആളാരാ? വി നർഹരി റാവു ആണ്. തൊട്ട് മുമ്പിരുന്ന ആരായിരുന്നു? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. തെറ്റിക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വളരെ വളരെ കൃത്യമായിട്ട് പഠിക്ക്. ഇനി എഞ്ചിനീയറിംഗ്, ഇരുമ്പുരുക്ക്, കെമിക്കൽ എന്നീ മേഖലകളിൽ സാങ്കേതികം അറിയുന്ന വ്യക്തികളെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട്, എങ്ങനെയാടാ? എഞ്ചിനീയറിംഗ്, ഇരുമ്പുരുക്ക്, കെമിക്കൽസ് എന്നീ മേഖലകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് പരിശോധനയ്ക്ക് നിയമിക്കുന്നതിനുള്ള ചുമതല ഓഡിറ്റ് ബോർഡിനാണ്. ആ പോയിന്റ് ശ്രദ്ധിച്ചേ. ഓഡിറ്റ് ബോർഡ് നമ്മൾ പറഞ്ഞു CAG ആണ് ഇവരെ നിയമിക്കുന്നത്. അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു 3 പേരടങ്ങുന്ന ഒരു ബോർഡാണ്. ഇനി എഞ്ചിനീയറിംഗ്, ഇരുമ്പുരുക്ക്, കെമിക്കൽസ് എന്നീ മേഖലകളിൽ വൈദഗ്ധ്യം ആവശ്യമുള്ള ആളുകളെ ആ ഒരു സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഓഡിറ്റിന് അയക്കുന്നത് ഓഡിറ്റ് ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. ശ്രദ്ധിച്ചേ. ഇനി നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് CAGയെ പറ്റിയാണ്. നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ സ്വാതന്ത്ര്യം എത്രത്തോളം അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പോയിന്റ്, ആ ഒരു പൊസിഷൻ അത്രത്തോളം സുരക്ഷിതമായിട്ടുള്ള ഒരു പൊസിഷനാണ്. കാരണം എന്താ നമുക്ക് നോക്കാം. സുരക്ഷിതമായി പദവി അനുഭവിക്കാൻ കഴിയുന്നു. അദ്ദേഹത്തെ ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന പ്രക്രിയ അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ കഴിയൂ.
നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണല്ലേ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആർട്ടിക്കിൾ 148 പറയുമ്പോൾ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിയെ പുറത്താക്കുന്ന നടപടിക്രമം ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്. സ്വാഭാവികമായും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി അത് പാസ്സാക്കിയാൽ മാത്രമേ പ്രസിഡന്റിന് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ കഴിയൂ, നീക്കാൻ സാധിക്കൂ. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്, അത്രയും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോ അതിനാൽ അദ്ദേഹത്തിന്റെ പദവിയെ കുറിച്ച് രാഷ്ട്രപതിയുടെ ഇഷ്ടം മാത്രമല്ല നമ്മൾ പരിഗണിക്കുക, അദ്ദേഹം രാഷ്ട്രപതിയാൽ നിയമിതനാണ് എങ്കിലും അപ്പോയിന്റ് ചെയ്ത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല ഇവിടെ നമ്മൾ കണക്കാക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്ന ഒരു നടപടികൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പരിവർത്തന യോഗ്യതയില്ല. അതായത് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് സേവനം അവസാനിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിലോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിലോ മറ്റേതെങ്കിലും പദവിയിലേക്ക് നിയമനം ലഭിക്കാൻ അർഹതയില്ല. അപ്പൊ ഈ അദ്ദേഹത്തെ വേറൊരു രീതിയിലും സ്വാധീനിക്കാൻ കഴിയില്ല. അപ്പോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് ഈ ഒരു ജോലിക്ക് ശേഷം മറ്റൊരു ജോലി തരാം വാഗ്ദാനം ചെയ്ത അയാളെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വാധീനിക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, അദ്ദേഹത്തിന് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൽ ഇരുന്നതിന് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ യാതൊരുവിധ പദവിയും വഹിക്കാനുള്ള അർഹത അധികാരം ഇല്ല. ഒന്നാമത് ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് മറ്റു പരിവർത്തനങ്ങൾക്കുള്ള സാധ്യതയില്ല. ഇനി ശമ്പളവും സേവന വ്യവസ്ഥയും നോക്കിയാണെങ്കിൽ ശമ്പളവും മറ്റ് സേവന വ്യവസ്ഥകളും പാർലമെന്റ് ആണ് CAG-യുമായി ബന്ധപ്പെട്ട് ശമ്പളവും മറ്റ് സേവന വ്യവസ്ഥകളും തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. അദ്ദേഹത്തിന്റെ ശമ്പളം സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് സമാനം. എടാ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, തെറ്റിക്കേ ചെയ്യരുത്. എന്താ പറഞ്ഞത്, ഇന്ത്യയിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ ശമ്പളം തീരുമാനിക്കുന്നത് പാർലമെന്റാ. ഇനി മാത്രവുമല്ല ആ ശമ്പളം എന്തിനു തുല്യം, സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിക്ക് സമാനമാണ്. നമ്മൾ പറഞ്ഞില്ലേടാ ജഡ്ജിയെ പുറത്താക്കുന്ന പോലത്തെ പ്രൊസീജിയർ. അപ്പൊ ശമ്പളവും അതുപോലെ തന്നെ, വ്യക്തമായിട്ട് പഠിക്കുക. ഇനി സേവന വ്യവസ്ഥകളുടെ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നിയമിതനായ ശേഷം അദ്ദേഹത്തിന്റെ ശമ്പളം, അവധിയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ, പെൻഷൻ അല്ലെങ്കിൽ വിരമിക്കൽ പ്രായം എന്നിവയിൽ മാറ്റം വരുത്തി അദ്ദേഹത്തിന് പ്രതികൂലമായി മാറ്റം വരുത്താൻ കഴിയില്ല. ഇത്രേ ഉള്ളൂ കാര്യം. അതായത് CAG ആ പദവി ഏറ്റെടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ ശമ്പളം, അവധി, മറ്റ് ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ, പെൻഷൻ അല്ലെങ്കിൽ വിരമിക്കൽ എന്നിവയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിനെതിരായിട്ട് ശമ്പളം കുറയ്ക്കുക, ആനുകൂല്യങ്ങൾ കുറയ്ക്കുക, അദ്ദേഹത്തിന് ഫേവറബിൾ അല്ലാത്ത വിധത്തിലുള്ള ഒരു മാറ്റങ്ങളും അദ്ദേഹം ആ പൊസിഷൻ ഏറ്റെടുത്തതിന് ശേഷം ചെയ്യാനുള്ള അധികാരം ആർക്കില്ല, പാർലമെന്റിന് ഇല്ല. ഇമ്പോർട്ടന്റ് ആണേ, തെറ്റിക്കല്ലേ, വ്യക്തമായിട്ട് പഠിക്കുക. ഇനി അഞ്ചാമത്തെ പോയിന്റ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് ഓഫീസിന്റെ ഭരണ ചെലവുകൾ അതിൽ ഉൾപ്പെടെ എല്ലാ ശമ്പളങ്ങളും, അലവൻസുകളും, പെൻഷനുകളും ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നേരിട്ട് ചാർജ് ചെയ്യപ്പെടുന്നു. ഈ ചിലവുകൾ പാർലമെന്റിന്റെ വോട്ടിന് വിധേയമല്ല. CAG-യുടെയും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയും രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്താനും അത് സഹായിക്കുന്നു. അതായത് CAG എന്ന് പറയുന്ന സ്ഥാപനം, അതിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, അവർക്ക് മറ്റ് ശമ്പളവും ആനുകൂല്യവും നൽകുന്നത് എവിടെ നിന്നാണ്, ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നേരിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഈ ചിലവുകൾക്ക് പാർലമെന്റിന്റെ വോട്ടിന് വിധേയമല്ല. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണേ. CAG-യുമായി ബന്ധപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു, ചാർജ് ചെയ്യപ്പെടുന്നു. അതിന് പാർലമെന്റിന് എന്ത് ആവശ്യമില്ല, വോട്ടിങ്ങിന് വിധേയമല്ല. അപ്പൊ അത്രത്തോളം അത് ഇൻഡിപെൻഡന്റ് ആയി മാറാൻ ഇത് സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണ്. നമ്മൾ ലാസ്റ്റ് ആ ഒരു 10 പേജ് കൂടി ഒന്ന് വേഗം ഓടിച്ച് റിവൈസ് ചെയ്യുന്നു, ശ്രദ്ധിച്ചോളുക, തെറ്റിക്കരുത്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, നമ്മൾ പ്രധാനമായി പറഞ്ഞത് 3 ടൈപ്പ് റിപ്പോർട്ടുകളാണ് CAG സമർപ്പിക്കുക: അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ്, ഫിനാൻസ് അക്കൗണ്ട്സ്, പബ്ലിക് അണ്ടർടേക്കിങ്സ്. ഇത് നേരെ പ്രസിഡന്റിന് കൈമാറുന്നു, പ്രസിഡന്റ് അത് പാർലമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അത് കൃത്യമായിട്ട് കണ്ടെത്തുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്ന കമ്മിറ്റി പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. അപ്പൊ നമ്മൾ പഠിച്ചു ഇന്ത്യയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താണെന്ന് നമ്മൾ ഓടിച്ചു നോക്കി. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻസ് കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പൊതുമുതൽ ദുർവിനിയോഗം ചെയ്യുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമല്ല, ഒരു കമ്മിറ്റിയാണ്. മാത്രമല്ല ഈ കമ്മിറ്റി
22 പേരടങ്ങുന്ന 15 ലോക്സഭ 7 രാജ്യസഭാ അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നു. ഇനി ഇതിന്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ സ്പീക്കർ ആണ്. അധ്യക്ഷൻ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ള വ്യക്തിയാണ്. നിലവിൽ ആരാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു? KC വേണുഗോപാൽ. കൃത്യമായിട്ട് പഠിക്ക്. 18ാം ലോക്സഭയില് നിലവിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ KC വേണുഗോപാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ്. ഇനി അവിടെ നമ്മൾ എടുത്തു പഠിച്ചൊരു കാര്യമുണ്ട്, 1 വർഷ കാലാവധിയാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് അവർ നൽകുന്നത്. ഇനി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ആദ്യ മലയാളി ജോൺ മത്തായി ആണ്. ഇനി അത്രയും കഴിഞ്ഞ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ CAGയുടെ പേര്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ CAG, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആള് വി നർഹരി റാവു. ഇനി നിലവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാണ്? K സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പേരാണ് സഞ്ജയ് മൂർത്തിയാണ്. ഇനി തൊട്ട് മുമ്പിരുന്ന ആളായിരുന്ന ആര്? ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, ഓർത്ത് വെച്ചേക്ക പേര്. ഇനി ഓഡിറ്റ് ബോർഡിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യയിൽ ഭരണപരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വന്ന ഓഡിറ്റ് ബോർഡ് 1968 CAGയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൽ 3 അംഗങ്ങളാണുള്ളത്, ചെയർമാൻ ഉൾപ്പെടെ. 1+2, ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണുള്ളത്. പ്രധാനമായും ഒരു അപ്പോയിന്റ് ചെയ്യുന്നത് CAG ആണ്. ഇനി എടുത്തു പറഞ്ഞൊരു പോയിന്റ് ആണ്, എഞ്ചിനീയറിംഗ്, കെമിക്കൽസ്, അതുപോലെ ഇരുമ്പുരുക്ക് തുടങ്ങിയ മേഖലകളിൽ പ്രാഗൽഭ്യം ആവശ്യമുള്ളവരെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള ചുമതല, പരിശോധനയ്ക്ക് ആളുകളെ നിയമിക്കുന്നതിനുള്ള ചുമതല ഓഡിറ്റ് ബോർഡിനാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇൻഡിപെൻഡൻസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഇൻഡിപെൻഡന്റ് ആണ്, നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, അതുപോലെ പുറത്താക്കാൻ പ്രസിഡന്റിന് അധികാരം ഉണ്ടെങ്കിലും കൃത്യമായി പറഞ്ഞു അതിനുള്ള നടപടി അതുപോലെ ഫോളോ ചെയ്യണം. പാർലമെന്റിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഇരുസഭകളും ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കണം. അത് സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്ന മാനദണ്ഡങ്ങൾക്ക് സമാനമാണ്. ഇനി മറ്റ് പൊസിഷൻസ് ഈ പദവിയിൽ ഇരുന്നതിന് ശേഷം വഹിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ എന്താണ് പ്രത്യേകത? അദ്ദേഹത്തെ അങ്ങനെ സ്വാധീനിക്കാനും കഴിയില്ല. ശമ്പള സേവന വ്യവസ്ഥകൾ പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അത് സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് സമാനമാണ് എന്നതും പ്രത്യേകതയാണ്. ഇനി അദ്ദേഹത്തിന്റെ സേവന വ്യവസ്ഥകൾ അദ്ദേഹം ആ ഒരു പൊസിഷൻ ഏറ്റെടുത്തതിന് ശേഷം മാറ്റുവാനോ തിരുത്തലുകൾ വരുത്തുവാനോ അതിൽ അദ്ദേഹത്തിന് പ്രതികൂലമായി ഫേവറബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടാവാൻ ആ പൊസിഷൻ ഏറ്റെടുത്തതിന് ശേഷം സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതും ആ ഒരു പൊസിഷനെ, ആ ഒരു സ്ഥാനത്തെ കുറെ കൂടി ട്രാൻസ്പെറന്റ് ആവാനും കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കാനും സഹായിക്കുന്നു. ഇനി ഈ പറഞ്ഞ ഓഫീസിന്റെ മറ്റു ചിലവുകൾ, അതിലുൾപ്പെടുന്ന എല്ലാ ശമ്പളവും അലവൻസുകളും പെൻഷനും എല്ലാം ചാർജ് ചെയ്യപ്പെടുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. ഇത് പാർലമെന്റിന്റെ വോട്ടിന് വിധേയം അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു AGയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, ഫിനാൻഷ്യലി അത് ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പൊതു താല്പര്യം, പബ്ലിക് ഇൻട്രസ്റ്റ് നിലനിർത്താനും അതിന് സഹായിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, മുന്നോട്ട് പോകുന്നു, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് വകുപ്പിൽ സേവനം ചെയ്യുന്ന വ്യക്തികളുടെ സേവന വ്യവസ്ഥകളും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഭരണ അധികാരങ്ങളും CAGയുമായി ചർച്ച ചെയ്ത ശേഷമാണ് രാഷ്ട്രപതി നിർണയിക്കുന്നത്. അപ്പൊ നോക്കിക്കേടാ, പ്രസിഡന്റ് ഒരു അഡ്വൈസ് എടുക്കുന്നുണ്ട്. എപ്പോഴാ? ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് വകുപ്പ് ആ ഡിപ്പാർട്ട്മെന്റിലെ സേവനം ചെയ്യുന്ന വ്യക്തികളുടെയും അവരുടെ വ്യവസ്ഥകളും സേവന വ്യവസ്ഥകളും മറ്റും CAGയുമായിട്ട് എന്ത് ചെയ്യും? പ്രസിഡന്റ് ഡിസ്കസ് ചെയ്യുന്നു എന്നതുകൂടി ഈ ഒരു പൊസിഷനെ കുറച്ചുകൂടി എന്താക്കുന്നു? സ്ട്രോങ് ആക്കി മാറ്റുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നാൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. കൃത്യമായിട്ട് പഠിച്ചോളുക. ഓക്കെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസ് ഏത് ഭരണഘടനാ ആർട്ടിക്കിളിലാണ് പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 148 നമ്മൾ പഠിച്ചു. ഇനി അവിടെ തന്നെ നമ്മൾ പറഞ്ഞു അധികാരങ്ങളും ചുമതലകളും പറഞ്ഞത് 149 ഇനി എങ്ങനെയായിരിക്കണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് 150 ഇനി പ്രസിഡന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു കേന്ദ്രത്തിൻ്റെത്, അത് പാർലമെന്റിൽ വെക്കുന്നു 151 പ്രകാരം. ഗവർണർക്ക് സംസ്ഥാന റിപ്പോർട്ട് കൊടുക്കുകയും അത് നിയമസഭയിൽ വെക്കുന്നത് 151 ആർട്ടിക്കിളിലും പറയുന്നു. ശ്രദ്ധിച്ചോളുക. അടുത്ത പോയിന്റ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, CAGയെ നിയമിക്കുന്നത് ആരാടാ? ഇന്ത്യയുടെ രാഷ്ട്രപതിയാണല്ലേ. നിലവിലാരാ? ദ്രൗപദി മുർമു ആണ്. തെറ്റിക്കുകയേ ചെയ്യരുത്, ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചേ. ഇനി
CAG-യുടെ കാലാവധി എടാ ഒറ്റ വാക്കിൽ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. എങ്ങനെ പറയണം? CAG-യുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ കാലാവധി 6 വർഷം 65 വയസ്സ് എന്ന് നമ്മൾ പഠിച്ചു. 65 വയസ്സ് വരെ CAG-യുടെ കാലാവധി. മാത്രമല്ല, അടുത്ത പോയിന്റിലേക്ക് വാ. CAG കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? 151 പ്രകാരം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ രാഷ്ട്രപതിക്ക് നൽകുന്നു. രാഷ്ട്രപതി അത് പാർലമെന്റിലേക്ക് വെക്കുന്നു. തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേ. താഴെ പറയുന്നവയിൽ CAG-യുടെ ചുമതല അല്ലാത്തത് ഏതാണെന്ന് നോക്കാം. സർക്കാർ ചിലവുകളുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുക. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. സർക്കാരിന്റെ ചിലവുകൾ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നു. ശരിയാണ്. ഇന്ത്യയുടെ വാർഷിക ബജറ്റ് തയ്യാറാക്കുക. തെറ്റല്ലേടാ, അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചില്ല. ഇന്ത്യയുടെ വാർഷിക ബജറ്റ് തയ്യാറാക്കുന്നത് CAG അല്ല. ഇനി പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ നമ്മൾ പറഞ്ഞു, ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ളതാവാം, ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നതാവാം. ഇനി അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ കണക്കുകളും ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? CAG ആണ്. പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നു. പൊതുനിധികളുടെ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നു. നമ്മൾ പറഞ്ഞു പബ്ലിക് അക്കൗണ്ട്സ്, പൊതുനിധികളുടെ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നത് ആര് തന്നെയാ? CAG ആണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന, ഇന്ത്യയുടെ വാർഷിക ബജറ്റ് തയ്യാറാക്കുന്നത് ആരല്ല? CAG അല്ല. ബേസിക് ഇൻഫോ ആണ്, തെറ്റിക്കരുത്. ശ്രദ്ധിച്ചേ. ഇനി CAG-യുടെ അധികാരങ്ങളും ചുമതലകളും ചർച്ച ചെയ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു 148 മുതൽ 151 വരെയാണ്. എന്നാൽ ഭാഗം ചോദിച്ചാൽ 12 എന്ന് പഠിക്കുക. എടാ, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 12ലാണ് CAG-യുടെ അധികാരങ്ങളും ചുമതലകളും. അതൊന്ന് നോട്ട് ചെയ്യണം, PQ ആണ്. എടാ, CAG-യുടെ അധികാരങ്ങളും ചുമതലകളും ഡിസ്കസ് ചെയ്യുന്ന ഭാഗം 12, ഭാഗം 12 ആണ്. ഓക്കെ, തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ചേ. ഇനി സംസ്ഥാനത്തിന്റെ കണക്കുകൾ സംബന്ധിച്ച CAG-യുടെ റിപ്പോർട്ട് ആർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു? ഗവർണർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഗവർണർ അത് സംസ്ഥാന നിയമസഭകളിൽ വെക്കുന്നു. ആർട്ടിക്കിൾ 151 പഠിച്ചതാണ് നമ്മൾ, തെറ്റിക്കരുത്, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളുക. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യമാണ്. CAG-യെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്ന് നമുക്ക് നോക്കാം. CAG-യെ പാർലമെന്റ് ലളിതമായ ഭൂരിപക്ഷത്തിലൂടെ നീക്കം ചെയ്യാം. അങ്ങനെ പറഞ്ഞില്ലല്ലോ. സുപ്രീം കോടതിയിലെ ജഡ്ജിയെ പുറത്താക്കുന്ന നടപടികൾ സ്വീകരിക്കാം. അപ്പോ ലളിതമായ ഭൂരിപക്ഷമല്ല, പ്രത്യേക ഭൂരിപക്ഷമാണ്. അപ്പൊ ആ പ്രസ്താവന ഏതാണ്? തെറ്റാണ്. CAG കേന്ദ്രവും സംസ്ഥാനവും ഓഡിറ്റ് ചെയ്യുന്നു. ശരിയാണല്ലോ, കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഓഡിറ്റ് ചെയ്യുന്നു. CAG-യെ പ്രധാനമന്ത്രി നിയമിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. CAG-യുടെ ഓഫീസ് ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല. തെറ്റല്ലേടാ? കാരണം എന്താ? 148 പരാമർശിച്ചുകൊണ്ടല്ലേ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു സ്ഥാപനമായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരൊറ്റ ഓപ്ഷനാണ് ശരി, ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യത്തിലേക്ക് വാ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇന്ത്യയുടെ ആദ്യത്തെ CAG-യുടെ പേരെന്താ? ഇന്ത്യയുടെ ആദ്യത്തെ CAG-യുടെ പേര് വി നർഹരി റാവു. ഇന്ത്യയുടെ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആളാണ് വി നർഹരി റാവു എന്ന വ്യക്തി. തെറ്റിക്കുകയും ചെയ്യരുത്. ഇനി 10ാമത്തെ ചോദ്യം, CAG-യുടെ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കണമെന്ന് പറയുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ എടാ ഓർമ്മയുണ്ടോ? 151 ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വാ. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 14ാമത്തെ CAG-യുടെ പേരാണ് ഗിരീഷ് ചന്ദ്ര മുർമു. അപ്പൊ ഇത് PQ ആണ്. അപ്പൊ നിലവിലുള്ളത് 15ാമത്തെ വ്യക്തിയാണ് ആര്? കെ സഞ്ജയ് മൂർത്തിയാണ് നിലവിലുള്ളത്. കെ സഞ്ജയ് മൂർത്തിയാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പോൾ 14ാമത്തെ ഇന്ത്യയുടെ CAG ഗിരീഷ് ചന്ദ്ര മുർമു ആണ് എങ്കിൽ നിലവിൽ 15ാമത്തെ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പേരാണ് കെ സഞ്ജയ് മൂർത്തി. ക്ലിയർ ആണ്. അടുത്തതായിട്ട് ശ്രദ്ധിച്ചോളുക. CAG ആക്ട് ആസ് എ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ഓഫ് വിച്ച് പാർലമെന്ററി കമ്മിറ്റി? അതായത് CAG ഒരു വഴികാട്ടിയായി, ഒരു സുഹൃത്തായി, ഒരു ഫിലോസഫറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഏത് പാർലമെന്ററി കമ്മിറ്റിയെ പറ്റി അങ്ങനെ ഒരു പ്രസ്താവന നമ്മൾ പറഞ്ഞത്? പാർലമെന്ററി കമ്മിറ്റിയുടെ കണ്ണും കാതും കൂട്ടുകാരൻ, ഫിലോസഫർ എന്നൊക്കെ അറിയപ്പെട്ടത് CAG ആണ്. ഏതിന്റെയാ?
പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 13ാമത്തെ ചോദ്യമാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? നമുക്ക് നോക്കാം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG 148 മുതൽ 151 വരെ അപ്പോയിന്റ് ചെയ്തത് ആര് തന്നെ? രാഷ്ട്രപതിയാ, സംശയമൊന്നുമില്ല. ഇനി അറ്റോർണി ജനറൽ AGയെ പറ്റി നമ്മൾ പഠിച്ചതല്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലേ, 76 അല്ലേ ആർട്ടിക്കിള്, നിയമിച്ചത് ആര് തന്നെയാ? പ്രസിഡന്റ് തന്നെയാ. അപ്പൊ 2 എണ്ണം നമുക്ക് കിട്ടി. ഇനി അഡ്വക്കേറ്റ് ജനറൽ നമ്മൾ പഠിച്ചതല്ലേടാ, 165 ആണ്. ആരാ നിയമിച്ചത്? തെറ്റിപ്പോരുത്, ഗവർണറാ. അപ്പൊ ഇവിടെ തന്നെ ഒരെണ്ണം തെറ്റി. കാരണം എന്താ? പ്രസിഡന്റ് നിയമിക്കുന്ന ആരൊക്കെയാന്നാ ചോദിച്ചത് അല്ലെ. ഇനി ചീഫ് കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ എടാ, കൃത്യമായിട്ട് പഠിക്ക്, തെറ്റിക്കേ ചെയ്യരുത്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാല് അറ്റോർണി ജനറൽ ഉണ്ട്, അതുപോലെ CAG എന്നിവരാണ്. ഓക്കെ, തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, CAGയുടെ കാലാവധി എത്രയാന്ന് നോക്കാം. 565 ആണോടാ? തെറ്റല്ലേ? നമ്മൾ എന്താ പഠിച്ചത്? CAGയുടെ കാലാവധി 6 വർഷം 65 വയസ്സ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, CAGയുടെ കാലാവധി 6 വർഷം 65 വയസ്സാണ്. ഇന്ത്യയുടെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിന്റെ തലവൻ, അങ്ങനെ തന്നെയല്ലേ പഠിച്ചത്? ഇന്ത്യയുടെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ. പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വാ. ഇന്ത്യയുടെ 15ാമത്തെ CAGയുടെ പേര് K. സഞ്ജയ് മൂർത്തി. നിലവിലെ നിയമനമാണ്, പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്, തെറ്റിക്കരുത്. 15ാമത്തെ CAG ആണ്. ഓക്കെ, ക്ലിയർ ആണോ? CAGയെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 148. അപ്പോ 4 ഓപ്ഷനുകൾ നോക്കുമ്പോൾ ഒരൊറ്റ ഓപ്ഷനാണ് തെറ്റ്. കാലാവധി 665 എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. ഇനി പബ്ലിക് അക്കൗണ്ട്സിന്റെ തലവൻ ശരി, സഞ്ജയ് മൂർത്തി 15ാമത്തെ CAG ശരി, അതുപോലെ ആർട്ടിക്കിൾ 148 ശരി. കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ഈ ടോപ്പിക്ക് നോക്കി പ്ലസ് ഒരു 14ഓളം ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന ഭരണഘടനാ സ്ഥാപനമാണ് CAG. കൃത്യമായിട്ട് ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് സാധാരണ ചോദ്യങ്ങൾ വരുന്നത്. ഇനി വൺ വേർഡ് ആയിട്ട് വന്നാൽ അപ്പോയിന്റ്മെന്റ് ചോദിക്കാം. ഇവിടുന്ന് ഒരു മാർക്ക് പോലും കളയരുത്. കൃത്യമായിട്ടൊന്ന് നോട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.